കഞ്ചാവ് കേസിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകനും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് കാറിൽ കടത്തിയ 40 കിലോ കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത്. അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. അനുരാഗ്, യൂത്ത് കോൺഗ്രസ് വീണ്ടും ഇപ്പോൾ ഇതാ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പ്രതിരോധത്തിലാവുന്നു. ഓരോരോ ഘട്ടഘട്ടമായി ഓരോരോ പണി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഈ സംഭവം? ദിവസങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. അതിന് പിന്നാലെയാണ്, അതിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകനും അരുവിക്കര മണ്ഡലം സെക്രട്ടറി കൂടിയായ ഷൈജു മാലിക്കിനെ കഞ്ചാവുമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. ഇത് ഗോവൻ രജിസ്ട്രേഷൻ കാറിൽ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിടികൂടുന്നത്. ഇയാളിൽ നിന്ന് 40 കിലോ കഞ്ചാവ് കൂടി പിടികൂടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഗൗരവം കൂടും എന്നുള്ളത് തന്നെയാണ്. പിന്തുടർന്നുകൊണ്ടാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇയാളെ സാഹസികമായി തന്നെ പിടികൂടിയത്. ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. ഇയാളെ സംബന്ധിച്ച് സൂചന ഇത്തരത്തിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളൊക്കെയും വിദ്യാർത്ഥികൾക്കടക്കം വിൽക്കുന്നുണ്ട് എന്ന വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഇയാൾ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ ആന്ധ്രയിൽ നിന്ന് വരവെ അതിർത്തി കഴിഞ്ഞ് ബാലരാമപുരത്ത് വെച്ച് എക്സൈസ് പിന്തുടർന്നുകൊണ്ട് സാഹസികമായി വാഹനം തടഞ്ഞു നിർത്തി പിടികൂടിയത്. വാഹനത്തിനുള്ളിൽ 40 കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ഗുരുതരമായ മൊഴികൾ ഇയാൾ എക്സൈസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കടക്കം ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് മനസ്സിലാക്കുന്നത്. വിശദമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം കൂടുതൽ കണ്ണികളിലേക്ക് എത്തുമെന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന നേതാവിൻ്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച ഘട്ടത്തിലൊക്കെ തന്നെയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം അടക്കം കാട്ടിയൊരു വ്യഗ്രത അത് നമ്മൾ കണ്ടതാണ്. അതിൽ പക്ഷേ പലരും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയും ഉള്ള കാര്യങ്ങൾ നടന്നു. പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ നേതാവ് തന്നെ ഗുരുതരമായ ഒരു കേസിൽ അറസ്റ്റിലാകുന്നത്. 40 കിലോ കഞ്ചാവ് പിടികൂടുന്നു. അതും ഗോവൻ രജിസ്ട്രേഷൻ കാറിൽ ആന്ധ്രയിൽ നിന്ന് നിരന്തരം ഇത്തരത്തിൽ ഇതിനു മുമ്പും എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇയാൾ ഈ കാട്ടാക്കട മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെയും മുന്നിൽ നിന്ന് പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഇത്തരമൊരു ഗൗരവതരമായ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനുരാഗ്, ഷൈജു മാലിക് നേരത്തെ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്, സജീവ പ്രവർത്തകനാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? നേരത്തെ അനുരാഗ് പറയുകയുണ്ടായി ഇയാൾ പിന്തുടർന്ന കുറച്ചധികം ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു, എക്സൈസ് വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാൾ ഇതിനു മുൻപും ഇത്തരം കഞ്ചാവ് വിൽപ്പന നടത്തുകയും വിദ്യാർത്ഥികൾക്കൊക്കെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരു പശ്ചാത്തലമൊക്കെയാണോ ഇയാളുടെ? BBA കാരനാണ്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളാണ്. അതിനുശേഷം ഇറങ്ങിയ ബിസിനസ് പക്ഷേ കഞ്ചാവായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് പിടിയിലായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് പശ്ചാത്തലം, ഇത്തരത്തിൽ അറസ്റ്റിലായ പശ്ചാത്തലമില്ല. പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഇത് തുടർന്ന് വന്നു, കഞ്ചാവ് ബിസിനസ് തുടർന്ന് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് അയാൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല ദിവസങ്ങളായി ഇയാളെ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കേരളത്തിലേക്ക്, അതായത് കാട്ടാക്കട മേഖലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നു എന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ ആന്ധ്രയിലേക്ക് പോയിട്ടുണ്ട് എന്ന് എക്സൈസ് മനസ്സിലാക്കുന്നത്. ഗോവൻ രജിസ്ട്രേഷൻ കാറിലാണ് ഇത്തരത്തിൽ അവിടേക്ക് പോയത്. പിന്നാലെ ഇയാൾ തിരിച്ചു മടങ്ങുന്നു. ഈ വഴികളെല്ലാം എക്സൈസ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിർത്തി വെച്ച് തന്നെ ഇയാളെ ഇത്തരത്തിൽ കൈകാട്ടി നിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇയാൾ അത് വെട്ടിച്ച് പോവുകയായിരുന്നു. അങ്ങനെയാണ് പിന്തുടർന്നുകൊണ്ട് ബാലരാമപുരത്ത് വെച്ച് ഇയാൾക്ക് മുന്നിൽ എക്സൈസിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് സാഹസികമായി തന്നെ പിടികൂടിയത്. ഈ ഘട്ടത്തിൽ 40 കിലോ കഞ്ചാവ് പിടികൂടി. മറ്റ് കേസുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അടക്കം എക്സൈസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ 40 കിലോ കഞ്ചാവുമായി വിദ്യാർത്ഥികൾക്കടക്കം പിടികൂടുമ്പോൾ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? കാറിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നിൽ നിരവധി കണ്ണികളുണ്ട്. മാത്രമല്ല വാങ്ങുന്നത് വിദ്യാർത്ഥികളാണ്. കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചാണ് ഈ ഷൈജു മാലിക് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഈ വിൽപ്പന നടത്തി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ മൊഴി തന്നെ ഇയാൾ തന്നെ കുറ്റസമ്മതം എക്സൈസിനോട് അവിടെ വെച്ച് തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും
എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പേർ അറസ്റ്റിലാകും. ഇത് ഇടനിലക്കാരുണ്ടോ അല്ലെങ്കിൽ വാങ്ങിയ വിദ്യാർത്ഥികളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ എന്തായാലും എക്സൈസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരത്തെ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഭാരവാഹി കൂടിയാണ്, അരുവിക്കര മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെ നിരവധി ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസുകളിൽ സംസ്ഥാന, ജില്ലാ, പ്രാദേശിക നേതാക്കളടക്കം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരത്തിൽ പിടിയിലാകുന്നു എന്നുള്ളതാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് എന്ത് മറുപടി പറയാനുണ്ട് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അഞ്ചായത് ഇനിയും ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും മൗനം പാലിക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ നിരവധിയാകുന്നു യൂത്ത് കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ, അവിടുത്തെ സജീവ പ്രവർത്തകർ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത്. ഇപ്പോൾ 40 കിലോ കഞ്ചാവാണ്. നേരത്തെ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനായി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുള്ള 40 കിലോ കഞ്ചാവാണ് എക്സൈസ് വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത്.